You should not, you don't have to obey the orders of പിന്നെ വെല്ലുവിളിക്കണു. ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെയും വെല്ലുവിളിക്കണം. ഇന്നലെ ഇതുപോലെ പോരിന് വന്നപ്പോൾ അടികൊണ്ട് ആകെ പ്രശ്നമായിരുന്നല്ലേ റഹീം പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റില്ല തിരിച്ച്. എന്തിനാണ് പിള്ളേർ ഇങ്ങനെ സ്വന്തം ജീവിതം ഇങ്ങനെ പാഴാക്കണം? പാർട്ടി നേതാക്കന്മാരും അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പറയുന്നത് കേട്ടിട്ട് എന്തിനാണ് നിങ്ങളുടെ ഈ ലൈഫ്? നിങ്ങൾക്ക് കാര്യമുള്ള കാര്യങ്ങൾക്ക് സമരം ചെയ്യൂ. ഇത് വെല്ലുവിളിക്കുക. അവരേന്ന് പോലീസിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമ്പോൾ അതിന് കിടന്ന് മൂങ്ങുക, എന്നിട്ട് പിന്നെയും വെല്ലുവിളിക്കുക. എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് വേറൊരു കാര്യം ആലോചിച്ചു. ഏത് ഹർത്താലിനും നമ്മുടെ ഒരു ചേട്ടനെ എപ്പോഴും ഇങ്ങനെ കാണാറില്ലേ? ആ ചേട്ടൻ പറഞ്ഞാൽ നമ്മളോട് പറയും ഒരു 5 മിനിറ്റേ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ, നിങ്ങളൊന്ന് സഹകരിക്കും. എന്തിനു വേണ്ടിയാണ് ഈ ഹർത്താൽ എന്ന് ഇയാൾ ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പറയില്ലേ എല്ലാത്തിനും. അല്ല എന്താണ് കാര്യം? അവരുടെ കാര്യം എന്താന്ന് പറയുമ്പോൾ കാര്യം ആ സമയത്ത് ഭാഗ്യത്തെ ഒരു വണ്ടിയുടെ എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് ഒരു മിനിറ്റ് ആ പോക്ക് അങ്ങോട്ട് പോയി. കാരണം ആ ചേട്ടൻ്റെ കാര്യം അറിഞ്ഞൂടാ എന്തിനാണ് ഹർത്താൽ നടത്തണമെന്ന്. അതുപോലെ ഈ വെല്ലുവിളി നടത്തുന്ന കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കണം, അല്ല മക്കളെ എന്താണ് നിങ്ങളന്ന് സമരം ചെയ്യാനുണ്ടായിരുന്ന കാരണം എന്താണ് എന്ന് ചോദിച്ചാലുണ്ടല്ലോ ഒരാൾക്കും ചിലപ്പോൾ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റില്ല. ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. യു ഷുഡ് നോട്ട്, you don't have to obey the orders of your leaders unless there is any concrete reason. You understood?